നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായി എന്ന് പ്രഖ്യാപിക്കുന്നത്. പതിവ് പോലെ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു കരാറാണിത്, ഇതുവഴി അമേരിക്കയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിൻ്റെ രീതി അങ്ങനെയാണ്. എന്തും തനിക്ക് അനുകൂലമായി, തൻ്റെ രാജ്യത്തിന് അനുകൂലമായി പറഞ്ഞെങ്കിലും പ്രതിഫലിപ്പിക്കാൻ ട്രംപിന് കഴിയാറുണ്ട്. ട്രംപ് അതിനുവേണ്ടി പറഞ്ഞ ഒരു ഡയലോഗ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതോടുകൂടി $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുമെന്നാണ്. അത് കേൾക്കുമ്പോഴറിയാം ഇത് ഒരു തരത്തിലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. കാരണം ഇപ്പോൾ ഒരു വർഷം 50 ബില്യൻ്റെ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തുന്നത്. 50 ബില്യണിൽ നിന്നും 500 ബില്യണിലേക്ക് എത്തിക്കാൻ എന്തായാലും ട്രംപും മോദിയും ദൈവമല്ല. ഇത്തരത്തിൽ ട്രംപ് അവകാശവാദം നടത്തുന്നു. മോദി ആവട്ടെ വ്യാപാര കരാറിനെ കുറിച്ച് ഒന്നും പറയാതെ ഇന്ത്യയുടെ മേൽ ചുമത്തിയ 50% പിഴച്ചുങ്കം 18% കുറച്ചത്, അത് ബേസ് റേറ്റായി കുറച്ചതിൽ നന്ദി പറയുന്നു. പക്ഷെ പ്രതിപക്ഷം പറയുന്നു വലിയ കീഴടങ്ങലാണ്. ട്രംപ് പറഞ്ഞത് വസ്തുതയാണ്. ട്രംപ് ഇന്ത്യ ഡെഡ് എക്കണോമി എന്ന് വിളിച്ചതാണ്. ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത കാർഷികോൽപ്പന്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഡംപ് ചെയ്യാൻ പോകുന്നു. ഇനി ഇന്ത്യ എന്ത് കൊടുത്താലും 18% കൊടുക്കണം, പക്ഷെ ഇങ്ങോട്ട് 0% നികുതിയാണ്. അങ്ങനെ പൂർണ്ണമായും മോദി ട്രംപിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. വാസ്തവത്തിൽ എത്ര ബാലിശമാണ് ഈ വാദമെന്ന് ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ബാലിശതയെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ട്രംപിൻ്റെ സ്വഭാവം അറിയാവുന്നവർക്ക്, ട്രംപ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നവർക്ക്, ട്രംപിൻ്റെ എക്കണോമിക്സ് അറിയാവുന്നവർക്ക് ഇങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം ട്രംപിൻ്റെ തീരുമാനം ഇങ്ങനെയാണ്: അമേരിക്കയുമായി ആര് കച്ചവടം നടത്തണമെങ്കിലും ഒരു ബേസ് റേറ്റ് കൊടുക്കണം. ഇപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ബേസ് റേറ്റ് ഇല്ല. ആളുകൾ ചർച്ച നടത്തുന്നു, അവരുടെ രാജ്യത്ത് നിരക്കുകൾ ഉണ്ടാവും, പക്ഷെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിയന്ത്രണമുണ്ടാകും, അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ചുങ്കം ഈടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ട്രംപിൻ്റെ പരാതി. അതുകൊണ്ട് ട്രംപ് പറയുന്നു ആര് അമേരിക്കയുമായി കച്ചവടം നടത്തണമെങ്കിലും ഒരു ബേസ് റേറ്റ് കൊടുക്കണം. ആ ബേസ് റേറ്റിന് കൂടെയാണ് പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യക്ക് ബേസ് റേറ്റ് 25% കൂടെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ 25% കൂടി ഏർപ്പെടുത്തി. അങ്ങനെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കണമെങ്കിൽ 50% നികുതി എന്ന നിലവിൽ വന്നു. ഇതായിരുന്നു ഒരു സാഹചര്യം. ഇന്ത്യക്ക് കച്ചവടം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം തൊട്ടടുത്തുള്ള പാകിസ്ഥാന് 19% ഉള്ളൂ, ബംഗ്ലാദേശിന് 20% ഉള്ളൂ, വിയറ്റ്നാമിന് 20% ഉള്ളൂ. ഈ രാജ്യങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ ഗാർമെൻറ്റ്സ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയാതായി കിറ്റെക്സ് ഗാർമെൻ്റ് അടക്കമുള്ളവരുടെ സാധനങ്ങൾ കെട്ടിക്കിടന്നു. ഇതായിരുന്നു യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിൽ ഈ രാജ്യങ്ങളെല്ലാം മറികടന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നത് 18% എന്നാണ്. ഇത് വലിയ നേട്ടമാണ്. കാരണം 18% താഴെ ട്രംപ് അനുവദിച്ചിരിക്കുന്ന വളരെ കുറച്ച് രാജ്യങ്ങൾക്കാണ്. യൂറോപ്യൻ യൂണിയന് 15%, അല്ലെങ്കിൽ ജപ്പാന് 15%, അങ്ങനെ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക്. ഇതിൽ തന്നെ യൂറോപ്യൻ രാജ്യത്തിലെ തന്നെ നോർവേ പോലെയുള്ള ട്രംപിന് കലിപ്പുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ചുങ്കമുണ്ട്. കാനഡയുടെ കാര്യം ഓർക്കും. പരമ്പരാഗതമായി ഒരു രാജ്യം പോലെ പോയിരുന്ന കാനഡയ്ക്ക് 35%. ചൈനയുടെ കാര്യം പറയണ്ട, ചൈനയും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ട്, 35%. ഇത്തരമൊരു സാഹചര്യത്തിൽ 18% താഴ്ത്തി എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. മറ്റെല്ലാ കോമ്പറ്റീറ്റേഴ്സിനും, ഞാൻ പറയുന്ന ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടക്കമുള്ള ഇന്ത്യയുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെ മറികടന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വലിയ നേട്ടമാണ്. ഈ നേട്ടം എത്ര ചെറുതായി പറയുന്നുവോ ആ പറയുന്നവർ ചെറുതായി പോകുന്നു. എങ്ങനെയാണ് ഈ നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിയത് എന്ന് ചർച്ച ചെയ്യുകയാണ് ലോകമാധ്യമങ്ങൾ. നമ്മുടെ ഇവിടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു, ഇന്ത്യ കീഴടങ്ങി എന്ന് പറയുമ്പോൾ ലോകമാധ്യമങ്ങൾ അത്ഭുതത്തോടെ പറയുന്നു ഇന്ത്യ ഇതെങ്ങനെ കൈവരുന്നു. കാരണം ഇന്ത്യയോട് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ശത്രുതയോടെയാണ് ട്രംപ് സംസാരിച്ചത്. വാസ്തവത്തിൽ ഇത് മോദിക്ക് വലിയ വിഷമമുണ്ടാക്കിയിരുന്നു. കാരണം മോദിയും ട്രംപും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് എന്നായിരുന്നു ലോകം കരുതിയിരുന്നത്. രണ്ടുപേരുടെയും ചിന്താഗതികൾ ഏതാണ്ട് ഒരുപോലാണ്. എന്നിട്ടും ഇന്ത്യയോട് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു വലിയ അതൃപ്തിയും വേദനയും ആശങ്കയും ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ സംഭവിച്ചു നോക്കുക. ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇന്ത്യ ഡെഡ് എക്കണോമി എന്ന് ട്രംപ് പറയുന്നു. മോദിയുടെ യുദ്ധമാണ് യുക്രൈൻ അനുഭവിക്കുന്നതെന്ന് പറയുന്നു. യുക്രൈനിലെ ജനങ്ങളുടെ ചോരയുടെ മണമാണ് ഇന്ത്യക്ക് കിട്ടുന്ന റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വാഗ്യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിന്റെ ഭാഗമായി 50% നികുതി എന്ന ശിക്ഷയും വിധിച്ചു ട്രംപ്. പക്ഷെ മോദി ഗൗനിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല. സൗഹൃദ രാഷ്ട്രങ്ങളായിരുന്ന ബ്രിട്ടനിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും കാനഡയിലും ഒക്കെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ ട്രംപിനെ കാണാൻ വേണ്ടി അവിടെ പോയി ക്യൂ നിന്നു, അവിടെ പോയി യാചിച്ചു. പക്ഷെ ഒരിക്കൽ പോലും മോദി ട്രംപിനെ ടെലിഫോണിൽ പോലും വിളിച്ചില്ല. ട്രംപ് തന്നെ പരാതിപ്പെട്ടു, തന്നെ ഒന്ന് ഫോൺ പോലും വിളിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടു. പകരം മോദി ചെയ്തത് ഒരക്ഷരം പോലും പറയാതെ ബദ്ധശത്രുക്കളായി ചൈനയോട് പോലും ഈ സഖ്യസാധ്യത തേടിയെന്നതാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട്
ഒരുമിച്ച് പോകാൻ കഴിയുന്ന ചർച്ചയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്നതാണ്. മാത്രമല്ല റഷ്യയുമായുള്ള എണ്ണക്കച്ചവടം വർദ്ധിപ്പിച്ചു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുമ്പോട്ട് പോയി. ഇതിനിടയിൽ പിന്നെ എങ്ങനെയാണ് ട്രംപ് പിന്നോട്ട് മാറിയത്? എങ്ങനെയാണ് ഈ വ്യാപാര കരാറിലേക്ക് എത്തിയത്? ലോകം ആശങ്കയോടെ നിൽക്കുമ്പോൾ അമേരിക്കൻ വാർത്താ ഏജൻസിയായ ബ്ലൂംബെർഗ്, ഓർക്കണം ബിസിനസ് ജേർണലിസത്തിലെ അവസാന വാക്കുകളിൽ പെടും, ബ്ലൂംബെർഗ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ഗോദി മീഡിയ പറയുന്നതല്ല, ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് പറയുന്നു, അവിശ്വസനീയമായ ഒരു നീക്കം മോദി നടത്തി. ആ നീക്കത്തിന് മുൻപിൽ ട്രംപിന് അടിയറവ് പറയേണ്ടി വന്നു എന്നാണ്. അവിടെയാണ് അജിത് ഡോവൽ എന്ന 81 വയസ്സുകാരൻ്റെ ഡിപ്ലോമാറ്റിക് ശേഷി വീണ്ടും ചർച്ചയാവുന്നത്. അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. എന്ന് വെച്ചാൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ എന്ത് നിലപാടെടുക്കണം എന്നത് കൃത്യമായി അജിത് ഡോവലിനറിയാം. അജിത് ഡോവലിലൂടെയാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അജിത് ഡോവലിനൊരു റോളുമുണ്ടെന്ന് ആരും കരുതിയില്ല. എന്നാൽ ഇന്ത്യയുടെ കാവൽക്കാരനെ പോലെ അജിത് ഡോവൽ മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നോക്കണം, ഈ അജിത് ഡോവലിനെ മോദി അമേരിക്കയ്ക്ക് അയക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ. ഇതിനു മുമ്പാണ് വലിയ ബഹളം വെക്കുന്നു. ഇന്ത്യക്കെതിരെ ട്രംപിന്റെ ട്രേഡ് സെക്രട്ടറി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ബഹളം വെച്ച് നിൽക്കുന്ന സമയത്ത് ഈ അജിത് ഡോവലിനെ അയക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ പദവിയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടേത്. മാർക്കോ റൂബിയോ ആണ് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി. മാർക്കോ റൂബിയോയും അജിത് ഡോവലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. മാർക്കോ റൂബിയോയോട് അജിത് ഡോവൽ പറയുന്നു, ഇന്ത്യ വരട്ടാൻ നോക്കണ്ട, ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല, ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ആരോടൊക്കെ ബന്ധമുണ്ടാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇതിനു മുമ്പും പല അമേരിക്കൻ ഭരണാധികാരികളും ഇന്ത്യയെ ഞെട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഞെട്ടിയിട്ടില്ല. ഇത് വെറും താൽക്കാലികമാണ്. ട്രംപിന്റെ 3 വർഷം കൂടി കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. അതുവരെ ഞങ്ങൾ കാത്തിരിക്കും. അമേരിക്കയുമായുള്ള ബന്ധം ഈ 3 വർഷം ഇങ്ങനെ അങ്ങ് പോവട്ടെന്ന് വെക്കും. ഞങ്ങൾ ഒരു തരത്തിലും പുറകോട്ട് പോവില്ല, ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അതല്ല വിരട്ടിയും വിലപേശിയും ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതിയാൽ ഞങ്ങൾ അടുത്ത വഴിക്ക് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ഞങ്ങളിതാ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നു, ഞങ്ങൾ ബ്രിട്ടനുമായി ചർച്ച നടത്തുന്നു, ഞങ്ങൾ ചൈനയോട് പോലും ചർച്ച നടത്തിയെന്ന് വരും. ഞങ്ങൾക്ക് അമേരിക്ക ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷെ 3 വർഷം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 3 വർഷം കഴിയുമ്പോൾ ട്രംപിന്റെ ഭരണം കഴിയും, അപ്പോൾ ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്ന് കൃത്യമായ സന്ദേശം റൂബിയോയ്ക്ക് കൊടുക്കുന്നു. മാത്രമല്ല വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാൻ പറയണം. ഈ മീറ്റിംഗിന് ശേഷം കൃത്യമായ നിലപാടെടുത്തു. അതിനുശേഷമാണ് ചൈനയിലേക്ക് പോയത്. അതിനുശേഷമാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തിയത്. ട്രംപ് അതോടുകൂടി തണുത്തു. ട്രംപിന് മനസ്സിലായി ട്രംപിന്റെ വിലപേശലിന് ഇന്ത്യ വഴങ്ങില്ല, മോദി വഴങ്ങില്ല. സ്വാഭാവികമായും ഇന്ത്യ ബദൽ വഴികൾ തേടും. ഇത് തിരിച്ചടിയാവും. മാത്രമല്ല അമേരിക്കയ്ക്ക് ബദലായി പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടു കൂടി ഒരു ശാക്തിക ചേരി രൂപപ്പെടാം, ഇന്ത്യയും കൂടി ഉൾപ്പെടുന്ന തരത്തിൽ. കാരണം ഈ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അസ്വസ്ഥനാണ്. അപ്പോൾ അവരെല്ലാം ചേർന്ന് നാറ്റോയ്ക്ക് ബദലായി ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു ശക്തി ഉണ്ടാക്കിയാൽ അവർക്ക് ചൈനയുമായി ഒരു ധാരണയിൽ പോയാൽ പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞു. ഈ മീറ്റിംഗിന് ശേഷം തണുത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നെ ആരും പരസ്യമായി ഇന്ത്യ അധിക്ഷേപിച്ചിട്ടില്ല. പല സാഹചര്യങ്ങളുണ്ടായപ്പോഴും ഇന്ത്യക്കെതിരെയോ മോദിക്കെതിരെയോ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. മാത്രമല്ല മോദിയുടെ ജന്മദിനത്തിൽ ട്രംപ് വിളിച്ചു. അതായിരുന്നു അവർ തമ്മിലുള്ള മഞ്ഞുരുകാൻ കാരണമായത്. അതിനുശേഷം ചർച്ചകൾ നടന്നു. ചർച്ചകളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുത്തു. പലതവണ അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തി, ഇന്ത്യൻ പ്രതിനിധികൾ അമേരിക്കയിൽ പോയി. ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. 2-3 കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ 0% ആക്കാം, അതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഈ 18% ബേസ് റേറ്റ് അംഗീകരിക്കാം. 18% കൊണ്ടുവന്നു. ബേസ് റേറ്റും അനുവദിക്കാം, പക്ഷേ ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം, പാകിസ്ഥാനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കണം. അതുകൊണ്ടാണ് പാകിസ്ഥാന് കൊടുത്തിരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് 19 ആയിരുന്നു. ആ 19%-ൽ 1% താഴ്ന്നു കിട്ടിയത് ഇന്ത്യയുടെ കൃത്യമായ നിലപാട് കൊണ്ടാണ്. ഇവിടെയാണ് ട്രംപിനും അമേരിക്കയ്ക്കും കീഴടങ്ങേണ്ടി വന്നത്. ഈ 18% ആക്കി എന്നതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ വ്യാപാര ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അമേരിക്കയിൽ ആവശ്യത്തിലധികമുള്ള കാർഷികോൽപ്പന്നങ്ങളും പാലുൽപ്പന്നങ്ങളും അരിയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നതായിരുന്നു. നമുക്കത് സ്വീകാര്യമായിരുന്നില്ല. കാരണം നമുക്ക് ആവശ്യത്തിലധികം കാർഷികോൽപ്പന്നങ്ങളുണ്ട്. മാത്രമല്ല ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. കർഷകർക്ക് അസ്വസ്ഥയുണ്ടെങ്കിൽ ഇവിടെ വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാവും. കാർഷിക സമരത്തിന്റെ പശ്ചാത്തലം മോദിക്ക് കൃത്യമായി വഴങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വഴങ്ങേണ്ടി വന്നു. അതിനെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ക്ഷീരോൽപ്പന്നങ്ങൾ, അതായത് ഡയറി ഉൽപ്പന്നങ്ങൾ, ഒപ്പം സോയാബീനും ചോളവും അടക്കമുള്ള അമേരിക്ക നിർബന്ധം പിടിച്ചു. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഈ ചോളവും സോയാബീനുമാണ്. ഇത് കുന്നുകൂടുകയാണ്. ഇതെല്ലാം ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങളാണ്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന പിടിവാശിയായിരുന്നു, ഇന്ത്യയുടെയും പിടിവാശിയായിരുന്നു. വഴങ്ങില്ല എന്നത്. വ്യാപാര കരാറിൽ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അക്ഷരാർത്ഥത്തിൽ ട്രംപിന് മുമ്പിൽ വഴങ്ങാതെ ഇന്ത്യ കൃത്യമായ നിലപാടെടുത്തു.
ആ നിലപാടിന് മുമ്പിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇത് അജിത് ഡോവലിൻ്റെ വല്ലാത്തൊരു പങ്ക് ശ്രദ്ധേയമായ കാര്യമാണ്, നമ്മൾ മറന്നു പോകരുതാത്ത കാര്യമാണ്. അജിത് ഡോവൽ കേവലം ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാത്രമല്ല, ഇങ്ങനെ ഒരു അസറ്റ് ഇന്ത്യക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. അദ്ദേഹത്തിന് 81 വയസ്സായി. അതായത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 21 വർഷമായി. ഇപ്പം രാജ്യത്തെ ഏറ്റവും നിർണായകമായി പങ്കുവഹിക്കുകയാണ്. ഓർക്കണം, മിലിറ്ററി സ്കൂളിൽ പഠിച്ച് ദേശീയ ഡിഫൻസ് അക്കാദമിയിൽ ഡിഗ്രി പൂർത്തിയാക്കി പട്ടാളക്കാരനാവാനിരിക്കുമ്പോഴാണ് UPSC എഴുതുന്നതും IPS കിട്ടുന്നതും. IPS കേരള കേഡറിലായിരുന്നു. ഇവിടെ കോട്ടയത്തും തലശ്ശേരിയിലും ASP ആയിട്ട് സേവനമനുഷ്ഠിച്ചു. വളരെ കുറച്ച് 68 കയറി 72 വരെ 4 വർഷമേ സേവനമനുഷ്ഠിച്ചിട്ടുള്ളൂ. ഈ തലശ്ശേരി കലാപകാലത്ത് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നത് അജിത് ഡോവൽ എന്ന ASP ആയിരുന്നു. ആ ASP ആയിരുന്നപ്പോഴാണ് പിണറായി വിജയനെ അന്ന് ഓടിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. പിന്നീട് IB-യിൽ ജോയിൻ ചെയ്തതാണ്. പിന്നീട് കരിയർ മുഴുവൻ IB-യിലായിരുന്നു. 2005 റിട്ടയർ ചെയ്തത് വരെ IB-യിലായിരുന്നു. ഈ IB-യിൽ അദ്ദേഹത്തിന്റെ സേവനകാലം ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്റെ സേവനത്തോട് തുല്യപ്പെടുത്താൻ കഴിയില്ല. ഏതെല്ലാം തരത്തിൽ അദ്ദേഹം ഇടപെടൽ നടത്തിയെന്നറിയാം. IB-യുടെ ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. പാകിസ്ഥാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇന്ത്യയുടെ അറ്റാഷെ ആയിരുന്നു. അറ്റാഷെ ആയിരുന്നപ്പോൾ അവിടെ ഭിക്ഷക്കാരന്റെ വേഷം പോലും എടുത്ത് അദ്ദേഹം യാത്ര ചെയ്യുമായിരുന്നു. എന്നിട്ട് ഭിക്ഷക്കാരനായി അവിടെ ഒരു ബാർബർ ഷോപ്പിൽ പോയി അവരുടെ ആണവശാസ്ത്രജ്ഞന്റെ മുടി കൊണ്ടുവന്ന് യുറേനിയം കണ്ടെത്തി ഇവർ കൃത്യമായി പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കുന്ന കണ്ടെത്തിയ ആളാണ്. അതുപോലെ തന്നെ സുവർണ ക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ കയറിയപ്പോൾ പാകിസ്ഥാൻ ഏജന്റാണ് എന്ന് പറഞ്ഞ് ഒരു റിക്ഷാവലിക്കാരനായി അവിടെ കടന്നു കയറി. അവർക്കകത്തുണ്ടായി, അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി വിവരം അറിയിച്ചു കൊടുത്ത ആളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പോലീസ് ഫോഴ്സിലുള്ള ഒരാൾക്ക് കീർത്തി ചക്ര എന്ന സൈന്യത്തിന്റെ 2ാമത്തെ വലിയ ബഹുമതി കൊടുക്കുന്നത്. ആർക്കും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം ഇന്ത്യൻ ചാരൻ എന്ന നിലയിൽ അസാധാരണമായ പ്രവർത്തനങ്ങൾ നടത്തി. ആർക്കും ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഇന്റലിജൻസ് ഓഫീസറായിരുന്നു ഡോവൽ. 2005 റിട്ടയർ ചെയ്തു. വളരെ ആദരണീയനായിരുന്നു. പക്ഷേ ആ ഡോവലിന്റെ സാധ്യത ഉപയോഗിക്കാൻ അക്കാലത്ത് UPA സർക്കാരിന് കഴിഞ്ഞില്ല. മോദി പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. മോദി കൊണ്ടുപോയി ഒരു യൂണിവേഴ്സിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചു. അതിനുശേഷമാണ് ഇന്റർനാഷണൽ വിവേകാനന്ദ ഫൗണ്ടേഷൻ തുടക്കമിട്ടത്. അതിൽ അദ്ദേഹം തുടർന്നു. ഇത് വിവേകാനന്ദ ദർശനത്തിന്റെ മാത്രമല്ല RSSന്റെയും പ്രചരണത്തിന് നിർണായകമായി പങ്കുവഹിച്ചു. അങ്ങനെ 2014 മോദി അധികാരത്തിൽ വരുന്നത് വരെ ആ പദവിയിൽ തുടർന്നിട്ട് അവിടെ നിന്ന് 2014 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരാൾ 3 വട്ടം തുടർച്ചയായി, ഇത് 12ാമത്തെ വർഷമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയെ തുടരുന്നത്. ക്യാബിനറ്റ് റാങ്കിലാണ്. ഏത് കാര്യവും ഡോവലിനെ ഏൽപ്പിച്ചാൽ ചെയ്യും, അത് വിജയിക്കും എന്നുറപ്പാണ്. അതാണ് ഡോവലിന്റെ പ്രത്യേകത. ആ ഉത്തരവാദിത്വമാണ് ഡോവൽ ഇപ്പോൾ ട്രംപിന്റെ അടുത്തും നിറവേറ്റിയിരിക്കുന്നത്. ട്രംപ് എന്ന അധികാരി കൃത്യമായ സന്ദേശം കൊടുക്കാൻ പറ്റുന്നു. ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അറിയിക്കുന്നു. ഒടുവിൽ ട്രംപിന് വഴങ്ങേണ്ടി വരുന്നു. ഇന്ത്യക്ക് അനുകൂലമായി വ്യാപാര കരാറിൽ ഏർപ്പെടേണ്ടി വരുന്നു. വലിയ ചരിത്ര നേട്ടമായി വിശേഷിപ്പിക്കേണ്ടി വരും. അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡോവൽ തിരുവനന്തപുരത്ത് വന്ന വാർത്ത വന്നു. എങ്ങോട്ട് പോയി? സൗദി അറേബ്യയ്ക്ക് പോയി. അത് വളരെ നിർണായകമാണ്. സൗദി അറേബ്യ ഇന്ത്യയുമായി തരക്കേടില്ലാത്ത ബന്ധമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സാഹചര്യത്തിൽ സൗദിയും പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കുന്നു. അത് ഇന്ത്യക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെ പോയതാണ്. സൗദി പരസ്യമെന്ന് പറയുന്നില്ലെങ്കിലും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെ പോയതാണ്. കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കാൻ അജിത് ഡോവലിന് അറിയാം. ആ അജിത് ഡോവലിനെ വെച്ചാണ് ഇന്ത്യ വലിയ നീക്കങ്ങൾ നടത്തുന്നതും വിജയിക്കുന്നതും. എന്തായാലും ഇത് ചരിത്ര സംഭവമാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് പിടികിട്ടുന്നില്ല എന്ന് മാത്രം.